എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ മേത്തി എന്ന് പറയുന്ന ഒരു ഇലയുണ്ട്. നാട്ടിലൊക്കെ കിട്ടുന്ന എനിക്ക് തോന്നുന്ന ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ചപ്പാണ്, ഇലയാണ്, ഉലുവയില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് ചെറിയൊരു കയ്പ്പുണ്ടാവും. ഉലുവക്ക് കയ്പ്പുള്ളതുപോലെ ഉലുവയുടെ ഇലക്കും ചെറിയൊരു കയ്പ്പുണ്ടാവും. പക്ഷേ ഇവിടെ മഹാരാഷ്ട്രയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഈ മേത്തി എന്ന് പറഞ്ഞ സാധനം കാണുന്നത്. ഇവിടെ എല്ലാവരും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇലവർഗ്ഗമാണ് മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ മേത്തിയുടെ സബ്ജി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെക്കുന്നത് അതിനുശേഷം ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വില ചില സീസണുകളിലൊക്കെ വില കുറഞ്ഞ് 10 രൂപയ്ക്ക് ഒരു കെട്ടൊക്കെ ആയിട്ട് കിട്ടും. കെട്ടായിട്ടാണ് കിട്ടുക, നമ്മുടെ ചീരയൊക്കെ വാങ്ങുന്ന പോലെ. അപ്പോൾ ആ മേത്തിയാണ് ഞാൻ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിയും പലരും പല ടൈപ്പിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അതിവിടെ ഭർത്താവിനും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ആ സ്റ്റൈൽ ഞാൻ പറയാം. മേത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് ഇലകൾ മാത്രമായിട്ട് നുള്ളിയെടുക്കുകയാണ് ചെയ്യുക. സാധാരണ ചെറിയ വട്ടം വട്ടമുള്ള ഇലയായിരിക്കും. ഈ നമ്മളുടെ മുരിങ്ങയുടെ ഇല പോലത്തെ ഇലയാണ് മേത്തി എന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ ചെടികളാണ്, ഇത്ര ഹൈറ്റുള്ള കുഞ്ഞു ചെടികളായിട്ടാണ് ഉണ്ടാവുക. അത് ചെടിയോടെ പിഴുതെടുത്തിട്ടാണ് കെട്ടുകെട്ടായിട്ടുണ്ടാവുക. അതിൽ നമ്മൾ ഇലകൾ നുള്ളിയെടുക്കണം. ഇല നുള്ളിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇല നുള്ളണമെങ്കിൽ കുറേ സമയം വേണം. അപ്പോൾ നമ്മൾ ഇല നുള്ളിയെടുക്കാൻ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനൊരു എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ അതിൻ്റെ ഇളം തണ്ട് മുതലുള്ള സ്ഥലം മുറിച്ചെടുത്തിട്ട് അത് ഒരുമിച്ച് അങ്ങോട്ട് ചെറുതായിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യും, ചെറിയ ചെറിയ പൊടിയായിട്ട്. അപ്പോൾ അത് വലിയ കയ്പ്പായിട്ട് എനിക്ക് തോന്നാറില്ല. പിന്നെ ഈ നുള്ളിയെടുക്കുന്ന ബുദ്ധിമുട്ടും കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ മേത്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഉണ്ടാക്കുന്ന സ്റ്റൈലും എൻ്റേതായ സ്റ്റൈലിലാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ തക്കാളി, ഉള്ളി, പച്ചമുളക് അത് കുറച്ച് നല്ലോണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കയ്പ്പ് കുറച്ച് പോകുന്ന വിധത്തിൽ വേണം. അപ്പോൾ ഉള്ളിയും വേണം കുറച്ച് നന്നായിട്ട്. കുറച്ച് തക്കാളികളും 2-3 വലിയ തക്കാളികൾ, 2 വലിയ ഉള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം വഴറ്റിയെടുക്കണം. അതിലേക്കാണ് പിന്നെ ബാക്കിയുള്ള മേത്തി ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിക്കാം. തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവയിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നമ്മുടെ ഇഷ്ടം, വെളിച്ചെണ്ണയോ വേറെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് വെച്ചാൽ ആ എണ്ണ. അതിലേക്കുണ്ടോ ഉള്ളി, തക്കാളി, പച്ചമുളക് കാണുന്നില്ല. ഇത് കുറച്ച് നന്നായിട്ട് വേണം. അത് നന്നായിട്ട് വേണ്ടതിൻ്റെ കാരണം ഈ മേത്തി എന്ന് പറഞ്ഞ ഇലയുടെ ഈ കയ്പ്പ് മാറാൻ മാത്രം ഇത് വേണം. ലേശം ചേർത്താൽ ചിലപ്പോൾ നല്ല കയ്പ്പായിരിക്കും മേത്തിക്ക് ഉണ്ടാവുക. ഇങ്ങനെയല്ല പൊതുവെ മഹാരാഷ്ട്രൻസും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് എൻ്റേതായ സ്റ്റൈലിലാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ആളുകളൊക്കെ അത്ഭുതപ്പെടുകയായിരിക്കും, എങ്ങനെയാണോ മേത്തി ഉണ്ടാക്കുന്നതെന്ന്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഞാൻ ഈ 2 സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. എരിവിനുള്ള പച്ചമുളക് നമ്മൾ ചേർത്തുകൊണ്ട് മുളക് പൊടി അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ മസാലകളോ മറ്റു സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ഇളക്കി കുറച്ചൊന്ന്, വല്ലാതെ അടിഞ്ഞു പോകാൻ വേണ്ട, എന്നാൽ ഒട്ടും വേവാതെ നിൽക്കുന്ന അങ്ങനെയല്ല, കുറച്ചൊരു വഴണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് മേത്തി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി കട്ട് ചെയ്ത മേത്തിയാണ്. മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവേൻ്റെ ഇലയാണ്. ഇതിങ്ങനെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാലത് കഴുകിയിട്ട് മുറിക്കണം എന്നാണ്, എല്ലാ ഇലവർഗ്ഗങ്ങളും കഴുകി മുറിക്കണം എന്നാണ് സാധാരണ പറയുക. പക്ഷേ ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. കാരണം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി പോഷകങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത് ശരി തന്നെയാണെങ്കിലും നമ്മൾ ചില സമയത്തൊക്കെ കഴുകിക്കഴിഞ്ഞ് പിന്നെ അത് മുറിക്കണമെങ്കിൽ കുറച്ച് അവിടെയൊക്കെ വെള്ളമാവും, പിന്നെ അങ്ങനെയൊക്കെ പാടുണ്ട്. അതുകൊണ്ട് ഞാനത് പലപ്പോഴും തിരിച്ചാണ് ചെയ്യുന്നത്. തെറ്റാണെന്നറിയാം എങ്കിലും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വഴണ്ട് വരുന്നുണ്ട്. വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഇതിട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ മേത്തി, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മേത്തി. ഇതിലിങ്ങനെ ചെറിയ ചെറിയ തണ്ടുകൾ കാണുന്നില്ലേ, ഇത് ഞാൻ അങ്ങനെ മുറിച്ചെടുത്തുകൊണ്ടാണ്. അങ്ങനെ സാധാരണ നുള്ളി എടുക്കുകയാണെങ്കിൽ ഇലകൾ മാത്രമേ കാണുള്ളൂ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നേരത്തെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. അപ്പോൾ ഇത് വഴണ്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാത്രത്തോടെ അങ്ങനെ ഇടാം. ഇത് ഞാൻ കൈ കൊണ്ടിങ്ങനെ എടുത്തിട്ട്
എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ പുറത്തോട്ട് വരുന്ന വിധത്തിൽ ഇത് എല്ലാം ഇട്ടതിന് ശേഷം, ഇപ്പം ഞാൻ എല്ലാം ഇടുന്നത് കാണിക്കുന്നില്ല, ഇതിലിനി ഇടാനുണ്ട്. ഇതും കൂടി ഇട്ടതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ മേത്തിനകത്ത് ഇട്ട് കഴിഞ്ഞു, മുഴുവൻ മേത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് കുറച്ച് സമയത്തേക്ക്, ഒരു ഇലവർഗ്ഗങ്ങളൊക്കെ വേവുന്നതിന് അധികം സമയം എടുക്കില്ലല്ലോ, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മേത്തി ആവട്ടെ. അപ്പോൾ നമ്മുടെ മേത്തി അടുപ്പത്ത് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വേവേ ഉള്ളൂ, ഒരു ഇലവർഗ്ഗം ആയതുകൊണ്ട് അത്ര വേവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ ചേർക്കുകയാണ്. തേങ്ങ എന്ന് ചേർക്കാൻ, സാധാരണ മേത്തിയിൽ ആരും തേങ്ങ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെയുള്ളവരൊന്നും മേത്തിയിൽ ഒരിക്കലും തേങ്ങ ചേർക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് എൻ്റേതായ സ്റ്റൈലാണ്. ഞാൻ കുറച്ച് മേത്തിയിൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പിന് കുറച്ച് ശമനം ഉണ്ടാവുമല്ലോ. ഇപ്പം മേത്തി കഴിച്ച് ശീലമായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കയ്പ്പ് ആയിട്ട് തോന്നാറില്ല. എങ്കിലും അങ്ങനെ ഒരു തേങ്ങ ചേർക്കാം. നമ്മൾ പിന്നെ മലയാളീസ് ആണല്ലോ, എല്ലാത്തിനും തേങ്ങ ചേർത്ത് ശീലിച്ചുകൊണ്ട് കുറച്ച് തേങ്ങ അതിനകത്ത് ചേർക്കാമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുകയാണ്. അപ്പോൾ തേങ്ങ ചിരകൽ കഴിഞ്ഞു, തേങ്ങ ഇതാ ചിരകി കഴിഞ്ഞു. ഈ തേങ്ങ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. നമ്മളുടെ ഈ മേത്തിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ മേത്തി ഇലയായതുകൊണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് വരും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ സമ്മതിക്കണം. ഒരുപാട് ഡ്രൈ ആവുകയും വേണ്ട, കാരണം നമുക്ക് ചപ്പാത്തിക്കാണല്ലോ കഴിക്കേണ്ടത്. ചപ്പാത്തിക്ക് അപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് ഒരു കുഴഞ്ഞ പരുവത്തിൽ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഇതിങ്ങനെ കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് അതിനൊന്ന് ആവാൻ സമ്മതിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. എന്നിട്ട് ചൂടോടുകൂടി മേത്തി കഴിക്കാം. അപ്പോൾ നമ്മുടെ മേത്തി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതാണ് അടുത്ത് മേത്തി. ഇതിങ്ങനെ നമ്മളുടെ മേത്തി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മേത്തി. നേരത്തെ ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ക്യാമറ തിരിച്ചാണ്. നമ്മളുടെ മേത്തി റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ്, വല്ലാതെ ഡ്രൈ അല്ല, ഇങ്ങനെ. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന മേത്തി. എൻ്റേതായ സ്റ്റൈൽ മേത്തിയാണ് കേട്ടത്. ഇങ്ങനെയല്ലാന്ന് ആരെങ്കിലൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കും. അവരൊന്നും അങ്ങനെ അല്ല മേത്തി ഉണ്ടാക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. എൻ്റേതായ സ്റ്റൈൽ മേത്തിയാണ്. ഇത് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്യുന്നു. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, മേത്തിയും കൂട്ടി കഴിക്കണം. ഓക്കെ, അപ്പം ഇന്നത്തെ മേത്തി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.